രാധേ രാധേ. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പദമാണ് കുണ്ഡലിനി. കുണ്ഡലിനി ശക്തി എന്താണ്? അപ്പോൾ ഈ കുണ്ഡലിനിയെക്കുറിച്ച് പല ഇത് നമുക്കിങ്ങനെ നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ടിരിക്കുന്നു, പാമ്പിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുകയാണ്, ഇവൻ നിവർന്ന് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഊർജം വന്ന് ഒടുവിൽ ശിരസ് ഭേദിച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ജീവനെ പുറത്തെടുക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുണ്ഡലിനിയെക്കുറിച്ച് പല ആൾക്കാരും പറയുന്നുണ്ട്. ഈ കുണ്ഡലിനിയെ എങ്ങനെ ഉണർത്താൻ സാധിക്കും? കുണ്ഡലിനിയെ ഉണർത്തുന്നതിന് വേണ്ടി ചിലർ മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്. ചിലരാകട്ടെ ഹിമാലയങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ പോയി തപസ് ചെയ്യാറുണ്ട്. ഇന്ന് വരെയും മെഡിറ്റേഷൻ ചെയ്യുകയും തപസ്സിന് പോയിട്ടുള്ള 90% പേരും കുണ്ഡലിനിയെ ഉണർത്തിയിട്ടില്ല. മെഡിറ്റേഷൻ ചെയ്ത് ഒരു സാധാരണ മനുഷ്യനും ഇന്ന് വരെ കുണ്ഡലിനിയെ ഉണർത്തിയിട്ടില്ല. സാക്ഷാൽ ശ്രീബുദ്ധൻ പോലും ആദ്യ കാലഘട്ടങ്ങളിൽ പല ഗുരുക്കന്മാരെ സമീപിക്കുകയും ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടൊന്നും കുണ്ഡലിനിയും ഉണർന്നില്ല, ബ്രഹ്മജ്ഞാനവും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഈ കുണ്ഡലിനി ശക്തിയെ എങ്ങനെ ഉണർത്താം? അതിലൂടെ ബ്രഹ്മജ്ഞാനം എങ്ങനെ കിട്ടും? അതിലൂടെ പരമാനന്ദം എങ്ങനെ കിട്ടും എന്ന് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നത് ബുദ്ധനാണ്. സാക്ഷാൽ ശ്രീബുദ്ധൻ ആ മാർഗം സ്വീകരിച്ചതോടു കൂടിയാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം കിട്ടിയതെന്നറിയുക. അഷ്ടാവക്രനും അത് തന്നെ പറയുന്നത്. അഷ്ടാവക്രൻ പറയുന്നത് കുണ്ഡലിനി ശക്തി ഇപ്പം ഈ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉണർത്താനായിട്ട് തുടങ്ങാം. അതിൻ്റെ ആദ്യത്തെ വിസില് നിങ്ങൾക്ക് ഇപ്പം ഈ നിമിഷം ഉണർത്താൻ കഴിയും എന്നാണ് അഷ്ടാവക്രൻ പറയുന്നത്. അത് നിങ്ങൾക്ക് കുറേ കൂടെ വിശദമായിട്ട് കിട്ടും. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കേൾക്കണം. അതേ കണക്ക് ശ്രീബുദ്ധൻ്റെ വീഡിയോയും ഉണ്ട്, ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ളത്. അപ്പോൾ ഈ കുണ്ഡലിനിയെ ഉണർത്തുന്നത് എന്തിന്? അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്തെല്ലാം? ശ്രീബുദ്ധൻ എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത്? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ. ഒരു മനുഷ്യൻ വളരെയധികം ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഉറക്കം. ആ എന്ന് വെച്ചാൽ ഗാഠമായ ഉറക്കം, സ്വപ്നം പോലും കാണാത്ത ഉറക്കം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സാധാരണ ഉറക്കത്തിൽ ദുർസ്വപ്നങ്ങൾ കണ്ട് യക്ഷികൾ വന്ന് കഴുത്തിന് പിടിക്കുന്നത് കണ്ട് എണീക്കുന്ന ഉറക്കമല്ല ഞാൻ പറയുന്നത്. നോർമൽ കേസിൽ ഡീപ്പ് സ്ലീപ്പ് എന്ന് നമ്മളെ സയൻസ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ വളരെയധികം ആനന്ദം അനുഭവിക്കുന്ന ഒന്നാണ് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കടുത്ത ശരീരവേദനകൾ ഉണ്ടായിരിക്കും. ചിലർ രോഗികളാണ്, അവർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിലോ ഒക്കെ ഭയങ്കര വേദന അനുഭവിക്കും. ചിലർ മനോവേദന അനുഭവിക്കും. പക്ഷേ ഈ ശരീരവേദന ഉള്ളവരും മനോവേദന ഉള്ളവരും ഗാഠമായ ഡീപ്പ് സ്ലീപ്പിൽ പോകുമ്പോൾ അവർ യാതൊന്നും അറിയുന്നില്ല. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ശരീരത്തിന് വേദനയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വല്ല തലവേദന ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോഴേ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഉറക്കഗുളി ഉണ്ടെങ്കിൽ കഴിക്കുകയാണ്. കാരണം ഒന്ന് ഉറങ്ങി എണീക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. കാരണം ഉറക്കത്തിൽ നിങ്ങളുടെ ദേഹത്തിൻ്റെ വേദന അറിയുന്നില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ വേദന എങ്ങും പോകുന്നില്ല. ഈ വേദന അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിൽ ഒരിക്കലും ഇത് അറിയുന്നില്ല. സത്യത്തിൽ ദേഹവേദനയ്ക്ക് ആ ഡീപ്പ് സ്ലീപ്പ് പോലും ഇല്ല. നോർമൽ സ്ലീപ്പിൽ പോലും നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പ്രേതങ്ങളൊക്കെ വന്ന് കണ്ട് കഴുത്തിന് പിടിച്ച് ഞെട്ടി ഉണരുന്ന ആ സ്ലീപ്പിൽ പോലും ശരീരത്തിൻ്റെ വേദന എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ആനന്ദമുണ്ടല്ലോ, അതായത് വേദന ഉള്ള ഒരു ശരീരമുള്ളവൻ, ഭയങ്കരമായ ശരീരവേദനയൊക്കെ ഉള്ളവൻ, അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ആ വേദന അനുഭവിക്കുന്നില്ല. അവിടെ അവനും ആനന്ദം അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡീപ്പ് സ്ലീപ്പിൽ കിടക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം, ശരീരവേദനയും മനോവേദനയും ഇല്ലാതാകുന്ന അവസ്ഥ, അത് ഉണർന്നിരിക്കുമ്പോഴും കൂടെ കിട്ടിയാലോ? ആലോചിച്ച് നോക്കേ, എത്ര മനോഹരം.
ഡീപ്പ് സ്ലീപ്പിൽ കിട്ടുന്ന അതേ ആനന്ദം നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും കൂടെ കിട്ടിയാലോ? അപ്പോൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഉറങ്ങിക്കിടക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിന് ഉറങ്ങിക്കിടക്കുമ്പം എന്തുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്നു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തണം. നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചിന്തകളെല്ലാം നശിച്ചു കഴിഞ്ഞു. യാതൊരു ചിന്തകളും നിങ്ങൾക്കില്ല, അല്ലേ? നിങ്ങൾ പറയുന്നത് എന്താണ്? സ്വപ്നം പോലും കാണാതെ ഉറങ്ങിയിടേ എന്നല്ലേ പറയുന്നത്? ഒരിക്കൽ കൂടി ആ ഉറക്കത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഡീപ്പ് സ്ലീപ്പിൽ നിങ്ങൾക്ക് ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, നിങ്ങൾക്ക് ബന്ധുക്കളില്ല, പിന്നെ നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നവരില്ല, നിങ്ങളെ സഹായിക്കാൻ വരുന്നവരില്ല, കടം കൊടുക്കാനുള്ളവരില്ല, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർക്ക് ബാങ്കുമില്ല, മാനേജരുമില്ല, ഒന്നുമില്ല. നിങ്ങളുടെ സർവ്വ ചിന്തകളും നശിക്കുന്നു. അങ്ങനെ ചിന്ത നശിക്കുന്ന നിമിഷം നിങ്ങളുടെ മനസ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ആ ചിന്തകൾ ഇല്ലാതിരുന്നാൽ മനസ്സിന് ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല. അപ്പം അതോടുകൂടി ഡീപ്പ് സ്ലീപ്പിൽ നിങ്ങളുടെ മനസ്സ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. മനസ്സിൻ്റെ ശക്തി ക്ഷയിക്കുന്നു ഡീപ്പ് സ്ലീപ്പിൽ. പക്ഷെ ഉണർന്നു കഴിയുമ്പം വീണ്ടും ചിന്തിക്ക് കൂട്ടുമ്പം ഇവൻ വീണ്ടും അങ്ങോട്ട് ഉണർന്ന് ആക്റ്റീവാകും. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഡീആക്ടിവേറ്റ് ചെയ്യും. ആ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു പവർ ഉണരാൻ തുടങ്ങും. ആ പവർ എന്ന് പറയുന്നത് കുണ്ഡലിനി ശക്തിയുടെ 1/100,000 മാത്രമാണെന്നറിയുക. ആ പവർ എന്ന് പറഞ്ഞാൽ കുണ്ഡലിനി ശക്തിയുടെ 1,00,00,000 ശക്തി ഉള്ളതിൽ 1/2 ഒന്നിനേക്കാൾ താഴെയുള്ള ഒരു പൊടി കണിക അതാണ് ഉണരുന്നത്. ആ പവർ നിങ്ങളുടെ ശരീരം മുഴുവനും അങ്ങ് ബാധിക്കും. കാരണം നിങ്ങൾക്കും കുണ്ഡലിനി ശക്തിക്കും ഇടയിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്തെന്ന് ചോദിച്ചാൽ ചിന്തകളാണ്. ആ ചിന്തകളുടെ കൂമ്പാരത്തെയാണ് മനസ്സെന്ന പേര് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ചിന്ത വരുമ്പോൾ ഒരു കരിയില അങ്ങോട്ട് കിടക്കുന്നു, രണ്ടാമത്തെ ചിന്ത രണ്ടാമത്തെ കരിയില. ചിന്തകൾ കൂടുന്നതനുസരിച്ച് നമ്മളെ കരിയിലകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയത്തില്ലേ? ആ കരിയിലകളുടെ കൂട്ടത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് സ്ലീപ്പിൽ മനസ്സിന് ആഹാരം കിട്ടുന്നില്ല. ആ സമയത്ത് നിങ്ങളുടെ കുണ്ഡലിനി ഒന്ന് തല പൊക്കുമ്പോൾ അതിൻ്റെ 1,00,00,000 1/2 പവർ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിക്കുന്നത്. ആ 1/2 കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരവേദന പൂർണ്ണമായും ഇല്ലാതാകുന്നു. മനസ്സവിടെ ഫ്രീസ് ആകുന്നത് കൊണ്ട് മനോവേദനയുമില്ല. കുണ്ഡലിനിയുടെ പവറിൽ ശരീരവേദന നശിക്കുന്നു. മനസ്സ് ഫ്രീസ് ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനോവേദനയും ഇല്ല. അപ്പോൾ കുണ്ഡലിനി ശക്തി മുഴുവൻ ഉണർന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. സർവദാ ആനന്ദം. അങ്ങനെ ഉണർത്തിയവരാണ് സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയുമൊക്കെ അങ്ങനെ ഉണർത്തി എടുത്തതാണ്. ഇത് അതായത് കുണ്ഡലിനി ഉണർന്നവൻ ഉണർന്നിരിക്കുമ്പോഴും അവനെ വേദനകൾ ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും, അതെങ്ങനെ സാറേ, സത്യമാണോ സാറേ? ഇല്ലേ, ചിലർ പറയും ഓ സാറേ എന്നൊക്കെ പറയും. അല്ല, അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കുണ്ഡലിനിയെ ഉണർത്തിയെടുത്തയാളാണ് സാക്ഷാൽ രമണ മഹർഷി. ആ രമണ മഹർഷിക്ക് ക്യാൻസർ ബാധിതനായി അവസാന നാളുകളാകുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാരെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ആ ഒരു സ്റ്റേജിൽ അന്നത്തെ കാലത്ത് കഠിനമായ വേദന അനുഭവിക്കും. കഠിനമായ വേദന സാധാരണക്കാരായ ആളുകൾ താങ്ങില്ല. അവർ നിലവിളിക്കും. ഡോക്ടർമാർ പറയും അവർ നിലവിളിക്കും, അവർ ശരീരമിട്ടുരുട്ടും, അവർ തലയിട്ടുരുട്ടും. പക്ഷേ രമണ മഹർഷിയെ ആ സമയത്തും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഡോക്ടർമാർക്ക് അത്ഭുതമായി. അവർ ചോദിച്ചു, അങ്ങക്ക് വേദനയില്ലേ? എവിടെ? എന്ത് വേദന? രമണ മഹർഷിക്ക് യാതൊരു വേദനയും ഇല്ല.
അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും കുണ്ഡലിനി ശക്തിയുടെ എനർജി വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പം നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ വേദന അറിയാത്തതുപോലെ ഉണർന്നിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഡീപ്പ് സ്ലീപ്പിന് തുല്യമാണ്. അദ്ദേഹം മനസ്സല്ല, അദ്ദേഹത്തിൻ്റെ ആത്മാവിലേക്ക് ആ ഡീപ്പ് സ്ലീപ്പിന് തുല്യമായ ചിന്തകൾ നശിച്ച് കുണ്ഡലിനി എനർജി മാത്രം വ്യാപിച്ചപ്പോൾ രമണ മഹർഷിക്ക് യാതൊരുവിധ വേദനകളും അനുഭവപ്പെടുന്നില്ല. അപ്പൊ കുണ്ഡലിനി ശക്തി നമ്മുടെ ശരീരവേദനയെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുന്നു. അപ്പൊ ചിന്തകളാണ് സകല കുഴപ്പത്തിനും കാരണം. ഈ ചിന്തകളെ എങ്ങനെ അടക്കാം? പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ ചെയ്യുക. ചിന്തകളെ അടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്നിക്കുണ്ട്. അതിൻ്റെ ബാലപാഠം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ആ ബാലപാഠം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ ബേസിക് തിങ് എപ്പോഴും ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലതെന്ന് പറയുന്നത്. ആ ബേസിക് തിങ്ങുകൾ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. ഒരു 2 ദിവസം കൊണ്ട് അതിൻ്റെ ബേസിക് ഇത് ഇട്ട് തരാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. മനസ്സിലായി? അതിന് ഫീസൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ചിലർ വിചാരിക്കുക അതിൻ്റെ പേരിൽ ഫീസ് വാങ്ങിക്കാനാണ്. അല്ലല്ലല്ല, അതൊന്നുമില്ല. ആ ബേസിക് അവിടെ നിൽക്കട്ടെ. ആ ചിന്തകളെ അടക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് കാര്യം ചെയ്യുന്നു മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ മുഴുകി ചെയ്യുക. അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ വെണ്ടയ്ക്ക അരിയുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ആ സമയത്ത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വെണ്ടയ്ക്ക അരിയുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ പാട്ടിടാം. സിനിമ പാട്ടിട്ടിട്ട് അത് എൻജോയ് ചെയ്ത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കാരണം വേറെ ഒന്നും ചിന്തിക്കാതിരുന്നാൽ മതി. പിന്നെ സിനിമ പാട്ടിനനുസരിച്ചുള്ള ഇമാജിനേഷൻ പോകാതിരുന്നാൽ മതി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വെണ്ടയ്ക്ക അരിയുന്ന സമയത്ത് ശ്രീരാധേ ശ്രീരാധേ ഓരോ വെണ്ടയ്ക്ക ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ശ്രീരാധേ 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 ശ്രീരാധേ. ഇതൊരു നിരീശ്വരവാദിക്ക് മന്ത്രം ചൊല്ലണ്ടപ്പനെ. അയാള് സിനിമ പാട്ട് മൂടിക്കൊണ്ട് ചെയ്താൽ മതി. മനസ്സിലല്ലേ? ഇപ്പൊ എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വെണ്ടയ്ക്ക കണ്ടിച്ചാൽ മതി. അപ്പോൾ ഒരു നിരീശ്വരവാദിക്കും ഇത് പരീക്ഷിച്ചു നോക്കാം. ഈശ്വര വിശ്വാസിക്കും മന്ത്രം ചൊല്ലിക്കൊണ്ട് ചെയ്യുക. നിങ്ങൾ നോൺ വെജാണ്, സാരമില്ല, മീൻകറി വെക്കുന്ന അവസരത്തിലും അതിൽ മാത്രം ശ്രദ്ധിക്കുക. വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. കുളിക്കുന്ന സമയത്തോ ആ കുളിക്കുന്നതിൽ അതിന് വേണമെങ്കിൽ ബുദ്ധൻ പറയുന്നു ഒരു റണ്ണിങ് കമൻട്രി ആയിട്ട്, ഞാൻ ദാ വെള്ളമെടുത്തു ദേഹത്തേക്ക് ഒഴിച്ചു, എന്തൊരു സുഖം കണ്ട, ഞാൻ ദാ ഇപ്പൊ ഇങ്ങനെ സോപ്പ് തേക്കുകയാണ്, വീണ്ടും വെള്ളമെടുത്ത് ഒഴിക്കുന്നു, ഞാൻ തലതോർത്തുകയാണ്. കണ്ട, ചിന്തകളെ നമ്മൾ അങ്ങനെ അടക്കണം. ബുദ്ധൻ അത് പരിശീലിച്ചു. ആ പരിശീലിച്ചതിൻ്റെ ഒരു ഉദാഹരണവും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബുദ്ധനായില്ല, ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയില്ല. ശ്രീബുദ്ധന് മനസ്സിലായി ജ്ഞാനോദയം കിട്ടണമെങ്കിൽ കുണ്ഡലിനി ഉണരണം. കുണ്ഡലിനി ഉണരണമെങ്കിൽ ചിന്തകളെ അടക്കണം. അപ്പൊ ഏതു പ്രവൃത്തിയും ബോധപൂർവം ചെയ്യാൻ അദ്ദേഹം പരിശീലിക്കുകയാണ്. അപ്പൊ ബുദ്ധന് പോലും ഇത് ആദ്യം സാധിച്ചിട്ടില്ല. ആ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് നടന്നു വരുന്ന ആ അവസരത്തിൽ ഒരു ഈച്ച വന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ബുദ്ധൻ എന്ത് ചെയ്തു? കൈവച്ചിങ്ങനെ വീശി ഈച്ച പറന്നുപോയി. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ നിന്നു. അപ്പോൾ കൂട്ടുകാരനും നിന്നു. അപ്പോൾ ബുദ്ധൻ എന്ത് ചെയ്തു? വലത് കൈ എടുത്ത് ഒന്നും കൂടെ ഇങ്ങനെ ഈച്ച അടിക്കുന്നതാണെങ്കിൽ വീശി. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, അല്ല ഇതെന്തിനാണ് ചെയ്തത്? ഈച്ച എപ്പോഴേ പോയി. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, ഞാൻ അന്നേരം അത് ബോധപൂർവമല്ല ചെയ്തത്, എന്തോ ആലോചിച്ചുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പം നിന്ന് അത് ഒരിക്കൽ കൂടി ആവർത്തിക്കണം. അങ്ങനെ വേണം നമ്മുടെ മനസ്സിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ എന്ന് പറഞ്ഞു. നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി പകുതി കയറിയപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ പ്രവൃത്തിയെ ആത്മാർത്ഥമായിട്ടല്ല മറ്റെന്തോ ചിന്തിച്ചിട്ടാണ്, തിരിച്ചിറങ്ങുക. എന്നിട്ട് നിങ്ങൾ ഒന്നേന്ന് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് വിട്ടുപോയാൽ അത് ഒന്നേന്ന് ചെയ്യുക. അതുപോലെ നിങ്ങളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നിങ്ങൾ അഷ്ടോത്തരം ചൊല്ലുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്കെങ്കിലും പോയാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു താക്കീതാണ്. മനസ്സിലായി? പ്രത്യേകിച്ചും സഹസ്രനാമം. പലരും എന്നോട് പറയാറുണ്ട്, സാറേ ഞാൻ രാധാ സഹസ്രനാമം ചൊല്ലാറുണ്ട്, വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചൊല്ലാറില്ല. അതായത് രാധാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം മറ്റ് യാതൊരു ചിന്തകളുമില്ലാതെ ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ചൊല്ലി തീർത്തതെങ്കിൽ മാത്രമേ ഞാൻ എന്നും രാധാ സഹസ്രനാമം ചൊല്ലാറുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ. ഇല്ലെങ്കിൽ, കാരണം രാധാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചിന്തകളെ, മനസ്സിനെ ഇല്ലാതാക്കാൻ. പക്ഷേ നിങ്ങൾ രാധാ സഹസ്രനാമം ചൊല്ലുമ്പോൾ മനസ്സിനെ കെട്ടഴിച്ചു വിട്ടിട്ട് ഞാൻ രാധാ സഹസ്രനാമം ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഈ അങ്ങനാണെങ്കിൽ സ്വയം ചോദ്യര്, നിങ്ങൾ രാധാ സഹസ്രനാമം ചൊല്ലുന്നവരാണോ എന്ന് ചോദ്യര്. അതിനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രാധാ സഹസ്രനാമം ചൊല്ലുന്നു, ഇച്ചിരി ചൊന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ഓടിപ്പോയി, ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ നിങ്ങൾ വീണ്ടും ചെയ്യണം. കുറച്ച് ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി, നിർത്തണം, ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ പറയുമ്പോൾ ഒരു 4-5 വട്ടമാകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയും, അയ്യോ ഇത് ശരിയാവത്തില്ല, ഇങ്ങനെ പോയാൽ ഇത് എപ്പോൾ ചൊല്ലി തീരും, വീണ്ടും തുടങ്ങണം. ഒരു 5 മിനിറ്റ് കൊണ്ട് മനസ്സ് വിട്ടുപോയാൽ അന്നത് മടക്കി വെച്ചേരെ. കാരണം ദേവിയെ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കാതെ വെറുതെ ചുണ്ടനക്കി അതിലെ പദങ്ങൾ മാത്രം ചൊല്ലിയതുകൊണ്ട് നിങ്ങൾക്ക് അധരവ്യായാമം, നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നു എന്നല്ലാതെ വേറെ യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് മുതൽ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്യും. നിങ്ങൾ സഹസ്രനാമമായാലും അഷ്ടോത്തരമായാലും മറ്റു മന്ത്രം ജപിക്കുമ്പോഴും മനസ്സ് പിടിവിട്ടു പോയാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഒന്നേന്ന് തുടങ്ങുക. അങ്ങനെ പതുക്കെ 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 നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ചിലർക്ക് 1 വർഷം 1.5 വർഷം ഒക്കെ എടുക്കും. ബുദ്ധനും ഒരു നല്ല കാലയളവ് എടുത്തിട്ടാണ്. പക്ഷേ നമ്മൾ ആ വിൽ പവറിൽ അത് ചെയ്തു പോകണം. അതിനാദ്യം നിങ്ങൾക്ക് പരിശീലിക്കാനായിട്ട് പെട്ടെന്ന് കയറി നിങ്ങൾക്ക് ഈ വെണ്ടയ്ക്ക അരിയുമ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പാടാം. അതിനുവേണ്ടി ഇതിൻ്റെ ആദ്യത്തെ 1-2 സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജുകൾ ശരിക്കും ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് നിന്ന് കഴിയുമ്പോൾ ചിലർക്ക് ചില അസ്വസ്ഥതകളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അത് തോന്നാതിരിക്കാൻ വണ്ണം ഞാൻ ചെറിയ തോതിലുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ മേൽനോട്ടത്തിൽ അത് ഫോണിലൂടെ തന്നെ നമുക്ക് നടത്താൻ പറ്റും. അത് വിളിക്കുന്നത് വെറുതെ അതിയായ ആഗ്രഹമുള്ളവർ മാത്രമേ വിളിക്കാവൂ. അല്ലാതെ വെറുതെ ഇതൊരു ഫാഷനായിട്ടോ ചിലർ കുണ്ടലിനി ഇങ്ങനെയൊക്കെ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാനായിട്ടോ അങ്ങനെ വിളിക്കരുത്. നിങ്ങളിതിനൊക്കെ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിച്ചാൽ 2-3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഇട്ട് തരാം. പിന്നെ അത് വെച്ച് നിങ്ങളങ്ങ് കയറിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എൻ്റെ 96453399 വിളിച്ചാൽ മതി. നിങ്ങൾ ആ ബേസിക് കോഴ്സ് തുടങ്ങുന്ന നിമിഷം തന്നെ നിങ്ങളുടെ കുണ്ടലിനി അനങ്ങി തുടങ്ങും. അതിൻ്റെ പവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ പവർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതറിഞ്ഞതിന് ശേഷം കുണ്ടലിനി ഉണർന്നുണർന്നുണർന്ന് ചിന്തകൾ അടങ്ങിക്കഴിയുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി കിട്ടും. ഇവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് ഈ സോൾമേറ്റ് ആളുകൾ വന്നിട്ട് പറയും, ഞങ്ങളെ കുണ്ടലിനി ഉണർന്നു, സോൾമേറ്റ് അല്ല. നിങ്ങൾ സോൾമേറ്റിനെ ഒന്ന് എടുത്തു ചാടി നിങ്ങൾ നിശ്ചയിക്കരുത്. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ വളച്ചൊടിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ഒരാളെ തിരിച്ചറിയാൻ പറ്റും. ഇതെൻ്റെ ഇന്നാള്, ഇതെൻ്റെ ഇന്നാൾ. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഇതെൻ്റെ ഇപ്പം എങ്ങനെയാണെന്നറിയാം, ആർക്കെങ്കിലും ആരോട് പ്രേമം തോന്നിയാൽ അത് ആ പ്രേമം തെറ്റാണെന്നൊരു തോന്നലും കൂടെ വന്നാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ സോൾമേറ്റിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ചും വിവാഹിതകളായ സ്ത്രീകളാണെങ്കിൽ അവർ മറ്റൊരു പുരുഷനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ അതിനെ ന്യായീകരിക്കാൻ സോൾമേറ്റിലേക്ക് കൊണ്ടുപോകും. അല്ല, സോൾമേറ്റ് അങ്ങനൊന്നും വരുന്നതല്ല. അതൊക്കെ നിങ്ങൾ ഈ കുണ്ടലിനി പവർ ഉണരട്ടെ. ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആകും. ഓരോന്നും മറ്റൊരാൾ പറഞ്ഞല്ല, നിങ്ങൾ സ്വയം നിങ്ങൾക്കെല്ലാം വ്യക്തമാകും. അങ്ങനെ കുണ്ടലിനിയിലേക്കുള്ള
ആദ്യത്തെ ചുവടുവയ്പ് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കെല്ലാം ആ കുണ്ടലിനി ശക്തികൾ ഉണരട്ടെ, ചിന്തകൾ അടങ്ങട്ടെ. ചിന്തകൾ അടങ്ങിയാൽ പിന്നെ പരമാനന്ദമാണ്, പരമാനന്ദം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ട് ആരെങ്കിലും നിങ്ങൾ പിന്നെ ദൂരെ ഇരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ പറയും, സാർ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. സാർ ഈസ് ഓൾവേസ് ഹാപ്പി. കാരണം ചിന്തകളില്ല, ഒന്നിനെ കുറിച്ചുമുള്ള ചിന്തകളില്ല. നിങ്ങളെയും ഞാൻ അങ്ങനെ ആക്കിത്തരാം. ആ ബേസിക് ആവശ്യമുള്ളവരെന്നെ വിളിച്ചാൽ മതി. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.